ആൻഡ്രൂസ് താഴത്ത് രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ് ഈ വിഷയത്തിൽ ആദ്യത്തെ പ്രതികരണം വന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നാണെന്ന്. ആൻഡ്രൂസ് താഴത്ത് ഇത്രയും കാലം ഈ രാജ്യത്ത് ജീവിച്ച ആൾക്കറിഞ്ഞുകൂടെ രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്തിനാണെന്ന്? ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുന്ന വിദേശ പ്രസ്ഥാനത്തിൻ്റെ ഏജന്റുമാരാണ്. അവരാ പണി നിർത്താതെ ഈ രാജ്യത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ഗോൾവൽക്കറിൻ്റെ പുസ്തകത്തിൻ്റെ മേലെ ഉണ്ടാക്കിയ പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യ ഭരിക്കുന്നത്. രാജ്യത്താകമാനം ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുകയാണ്. ഇവിടെ കേക്കുമായിട്ട് വരുന്ന ജോർജ് കുര്യനും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ മാതാവിൻ്റെ തലയിൽ വെക്കാൻ തിരുരൂപത്തിൽ വെക്കാൻ ഈ കിരീടവുമായിട്ട് വരുന്ന സുരേഷ് ഗോപിയൊന്നും അല്ല നമ്മുടെ BJP റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ. BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആകെയുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റിയോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ നോക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. സുരേഷ് ഗോപിക്ക് പുറത്ത് കാണുന്നു, അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല ഇപ്പം. കാരണം പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് മുമ്പിൽ മൈക്ക് വെച്ച് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, എനിക്ക് അദ്ദേഹത്തോട് പരിഹാസം പോലും തോന്നില്ല, സഹതാപമാണ്. കാരണം എന്താണ്, അദ്ദേഹം നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്തുമാത്രം മനുഷ്യവിരുദ്ധമായി പെരുമാറുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് അതിന് മറുപടി പറയാൻ കഴിയാതെ നിന്ന് ഉരുകുകയാണ്. എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ള വ്യാജം പോലും പറയുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദി പ്രസംഗം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആയിരങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഒരാൾ പറയുകയാണ് എനിക്ക് ഹിന്ദി അറിയില്ല എന്ന്. രക്ഷപ്പെട്ട് ഓടുകയാണ്. കാരണം എന്താണ്, ഞാൻ നിൽക്കുന്ന സ്പേസ് നീതിയുടെ സ്പേസ് അല്ല. ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പരമവൃത്തികേടാണെന്ന് ബോധ്യപ്പെടുന്ന ആൾക്ക് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അപ്പോൾ അതറിയാത്തവരല്ല സഭയുടെ തലപ്പത്തിരിക്കുന്നത്. പക്ഷേ അവർ ഈ കോംപ്രമൈസിന് പല കാരണങ്ങളാൽ നിർബന്ധിതമാവുകയാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നമ്മൾ എത്ര തവണ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ. ലോകത്തേതെല്ലാം ഏജൻസികൾ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള പെർസിക്യൂഷനെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിവർഷ റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നതിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളെക്കുറിച്ചുണ്ട്. ഉത്തരേന്ത്യയിൽ പലയിടത്തും ഈ പറയുന്ന തിരുവസ്ത്രം ഇട്ടുകൊണ്ടും കന്യാസ്ത്രീകൾക്കും ഇറങ്ങിയിറക്കാൻ പറ്റില്ല, പ്രാർത്ഥന നിർവഹിക്കാൻ ഞായറാഴ്ച പറ്റില്ല, എല്ലായിടത്തും ആക്രമിക്കുകയാണ്. ഈ ഹൂളിഗൻസ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. പറ്റില്ല. കേരളത്തിലാണ് ഇപ്പോഴും പറ്റുക. കരോൾ സംഘമായിട്ട് ഇറങ്ങാൻ പറ്റുമോ? ആക്രമിക്കപ്പെടും. കന്യാസ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ട കാന്തമാല നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒഡീഷ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ആക്രമിക്കപ്പെടും. കാരണം എന്താണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മുടെ എതിരാളികളാണ് എന്ന് നിരന്തരം വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി ജയിക്കാൻ പറ്റൂ, അവർക്ക് ഭരണകൂടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവരുടെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കണം എന്നതുകൊണ്ട് രാജ്യത്താകമാനം അവർ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. അതല്ല, അവർ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ മറ്റേതാണ്. അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അമിത്ഷാ ഇങ്ങനെ കറങ്ങി വർത്തമാനം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സഭ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. അതിജീവിക്കണമല്ലോ. അതിജീവിക്കുന്നതിന് മതനിരപേക്ഷത, ഭരണഘടനയുടെ ശത്രുക്കൾ, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുന്ന വർഗീയവാദികൾ എന്നൊക്കെയുള്ള വാക്കുകൾ പറയാൻ പഠിക്കണം. കാരണം അത് ഈ സമയത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണത്. രണ്ടാമത്തെ പ്രധാന കാര്യം എന്താണ്, ഈ കൂടെ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, കൂടെ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരെങ്ങനെയാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ ക്രിസ്ത്യൻ ഐഡിയോളജിയുടെ ശത്രുക്കളായി മാറുന്നതെന്ന് കാര്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതാവും. കാരണം എന്താണ്, ഇന്നിപ്പോൾ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുമ്പോൾ ദീപികയിൽ മുഖപ്രസംഗം വന്നു. അതിനുശേഷം ചില ബിഷപ്പുമാർ പ്രതികരണം കൊടുത്തു. പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും നേതാക്കളും ഒന്നിച്ചിറങ്ങിയിരിക്കുന്നു. എന്തിന്? ഈ കന്യാസ്ത്രീകളോട് ചെയ്തിരിക്കുന്ന അന്യായം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഒന്നാകെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അല്ലാതെ കത്തോലിക്ക സഭയും അതിൻ്റെ 3 ബിഷപ്പുമാരും ദീപിക ദിനപത്രത്തിലെ ലേഖനവും മാത്രമല്ല ഈ സമ്മർദ്ദം ഉണ്ടാക്കിയത്. ഈ സമ്മർദ്ദം ഉണ്ടാക്കിയത് കേരളത്തിലെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ മുഴുവനും ചേർന്നിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് സഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമേ ഈ ത്രെട്ടിനെ അവസാനിപ്പിക്കാൻ കഴിയൂ. ഇത് കാരണം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള യുദ്ധം മാത്രമല്ല, ഇത് നമ്മൾ മാറിയെന്ന് കാണാൻ പാടില്ല. ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കന്യാസ്ത്രീകൾ അവർക്കെതിരെയുള്ള പ്രശ്നം എന്ന് കണ്ടാൽ അങ്ങനെയാണോ കണ്ടത്? മുസ്ലിങ്ങൾക്കെതിരെ മാത്രമുള്ള പ്രശ്നം, ദലിതുകൾ അവർക്കെതിരെ മാത്രമുള്ള പ്രശ്നം, മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമങ്ങളുടെ മാത്രം പ്രശ്നം, അതല്ല. അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ചെറുക്കണോ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ധാരയ്ക്കകത്ത് കയറി നിൽക്കണം. അല്ലാതെ പരമത വിദ്വേഷം കൊണ്ട് ആളുകളെ അകറ്റുന്ന ഈ കാസക്കൂട്ടങ്ങളെ ചേർത്ത് പിടിച്ചും അവർക്ക് മീറ്റിംഗ് കൂടാൻ പാരിഷ് ഹാൾ അനുവദിച്ചു കൊടുത്തും നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയില്ല. കാരണം ഇന്ന് നിങ്ങൾ റിയൽ ത്രെട്ടിനെ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർ മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ടവർ മാത്രമല്ല, നിങ്ങളുടെ കാസയുടെ വർഗീയത പറയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഇല്ല. അവരപ്പുറത്ത് BJP കളത്തിലാണ്. എന്നിട്ട് നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടാതെ പോയതെന്ന് പറഞ്ഞാൽ വൃത്തികേട് പറയാൻ മടിയില്ലാത്ത സംഘമായിട്ട് മാറിയിരിക്കുകയാണ് അവർ. തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹെയ്റ്റ് ട്യൂബർ ഉണ്ട്, യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല, ഹെയ്റ്റ് ട്യൂബർ. അയാൾ പറയുന്നത് കത്തോലിക്ക സഭ ഈ ചെയ്തത് മുഴുവൻ വൃത്തികേടാണ്, ഇതിൻ്റെ പേരിൽ പോയി ആളുകളെ മതം മാറ്റുകയാണ്, അതിൻ്റെ ദുരന്തമാണ് ഈ അനുഭവിക്കുന്നതെന്ന് പറയുകയാണ് അയാൾ. കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുണ്ട്, പരമത വിദ്വേഷം മൂപ്പിച്ച് കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം വന്നപ്പോൾ മറുകണ്ഠം ചാടിക്കളയുകയും ആർക്കെതിരെയാണോ നിങ്ങൾ വെറുപ്പ് വിതറിയത് ആ മനുഷ്യന്മാർ ഇപ്പുറത്ത് നിന്നിട്ടാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന മുദ്രാവാക്യം മുഴക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരുമിച്ച് നിന്നുകൊണ്ടല്ലാതെ അതിജീവനം സാധ്യമല്ല. ഒരുമിച്ച് നിൽക്കുന്നതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന വിഷക്കൂട്ടങ്ങളെ ഇപ്പോൾ എടുത്ത് പുറത്തു കളയണം. അവരെ നിങ്ങൾ പാരിഷ് ഹാളുകളിൽ നിന്ന് ഇറക്കി വിടണം.
അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ബിഷപ്പുമാരോട് നിങ്ങൾ വായടയ്ക്കാൻ പറയണം. മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒരുമിച്ചുള്ള മൂവ്മെൻറ്റുകളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. കാരണം എന്താണ്, നേരത്തെ അജ്യൂസ് പറഞ്ഞ പോലെ ഈ കേസിൽ ഇവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറച്ച് പേര് വരും. കൈയടിക്കാൻ ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ സുരേഷ് ഗോപി പുറത്തിറങ്ങിയേക്കും, ജോർജ് കുര്യൻ വീണ്ടും വന്നേക്കും. പക്ഷേ ജാമ്യം കിട്ടിയതുകൊണ്ട് തീരുന്നില്ല. ഗുരുതര വകുപ്പുകളുള്ള കേസ് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടും. ഏത് സമയത്തും ജാമ്യം നിഷേധിക്കപ്പെടാം, ഇനിയും പുതിയ വകുപ്പുകൾ വരാം, അവരകത്തു പോകാം, ഇനിയും ഇറങ്ങാൻ വരുന്ന, ഇനിയും പുറത്തിറങ്ങുന്ന കന്യാസ്ത്രീകളും ബിഷപ്പുമാരും അല്ലെങ്കിൽ പുരോഹിതരും ഈ നിലയ്ക്ക് ആക്രമിക്കപ്പെടാം. ഇതൊരു കൊളുത്ത് വീണ് കഴിഞ്ഞു. അതിൽ നിന്ന് അവർക്ക് മോചനമില്ല. ജാമ്യം കിട്ടിയിട്ടും അതിൻ്റെ പ്രയാസത്തിൽ ജീവിക്കുന്ന എത്ര മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊരു ഹുക്കാണ്. ഇനി ആരും ഇതിന് ഇറങ്ങരുതെന്ന് ഭയപ്പെടുത്തലാണ്. അതുകൊണ്ട് നിങ്ങൾ റിയൽ ത്രെട്ടിനെ മനസ്സിലാക്കൂ. നേരത്തെ പ്രൊട്ടസ്റ്റൻറ്റുകൾ, പാവപ്പെട്ട പ്രിവിലേജ് ഇല്ലാത്ത ഈ പെന്തിക്കോസ്തുകാരെന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും നമ്മൾ ആക്രമിക്കപ്പെടുന്നു. അവരെല്ലാ ദിവസവും ഒന്നും പിടിച്ച് മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ കുരുക്കിലിട്ട് അവരെ അകത്താക്കുന്നു. ആരും ഒച്ച വെച്ചിട്ടില്ല. ഒരു ദീപികയിലും വലിയ ലേഖനങ്ങൾ കണ്ടില്ല. ഒരു KCBC വലിയ കുറിപ്പുകൾ പുറത്തിറക്കുന്നത് കണ്ടില്ല. കാരണം എന്താണ്, അവർക്ക് പ്രിവിലേജ് ഇല്ലാത്തവരായിരുന്നു. ഇപ്പോൾ ഇവർ പിടിക്കപ്പെട്ടു. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, പിടിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരും റിലീജിയസ് ഫ്രീഡമുള്ള ആൾക്കാർ. നമ്മുടെ റിലീജിയൻ പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള നമ്മുടെ അടിസ്ഥാന മതനിരപേക്ഷമായ ഭരണഘടന നമുക്ക് തരുന്ന അവകാശമുണ്ടല്ലോ, ആ അവകാശം ഞങ്ങൾക്കുള്ള അവകാശമാണ്. ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കും, ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കുമെന്ന് ഉറക്കെ പറയണം. അതിനെന്താ ആരെ തടസ്സം ഇവിടെ? അത് നമ്മുടെ ഭരണഘടന തരുന്ന പവറാണ്. അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുകയും അതിനുവേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന 10,000-60,000 പേര് മാത്രം ഫോളോ ചെയ്യുന്ന വൃത്തികെട്ട ഫേസ്ബുക്ക് പേജുകൾ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയ എല്ലാവർക്കും നല്ലത്.